ലെറ്റ് സ്റ്റഡി ടുഗദർ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 20ാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 601. ടെക്സ്റ്റൈൽ വ്യവസായം മൂലമുണ്ടാകുന്ന പരിസ്ഥിതി നാശം നിയന്ത്രിക്കാൻ സഹായിക്കാത്തത് ഏത്? ടെക്സ്റ്റൈൽ വ്യവസായം മൂലമുണ്ടാകുന്ന പരിസ്ഥിതി നാശം നിയന്ത്രിക്കാൻ സഹായിക്കാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ഡൈയിങ്, പ്രിന്റിംഗ്, ഫിനിഷിംഗ് തുടങ്ങിയ പ്രോസസ്സ് കാരണം വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, കെമിക്കൽ വേസ്റ്റ് തുടങ്ങിയ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാകാം. ഇത്രയും എൻവയോൺമെൻറ്റൽ ഡാമേജ് കുറയ്ക്കാനായിട്ട് നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ, ഗവൺമെൻറ് റെഗുലേഷൻസ്, റീസൈക്ലിംഗ് എന്നിവ സഹായിക്കുന്നു. എന്നാൽ ഗ്ലോബലൈസേഷൻ, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരവും ഉൽപ്പാദനം വർദ്ധിക്കുന്നതും സ്വാതന്ത്ര്യമായി പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടല്ല. അതുകൊണ്ട് ആൻസർ ഇതാണ്, ഗ്ലോബലൈസേഷൻ. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? പൊല്യൂഷൻ കൺട്രോൾ, മലിനീകരണം നിയന്ത്രിക്കുന്നത്; ഗവൺമെന്റ് റെഗുലേഷൻ, സർക്കാർ നിയമങ്ങളും എൻവയോൺമെന്റ് സ്റ്റാൻഡേർഡ്സും ഇൻഡസ്ട്രി പൊല്യൂഷൻ നിയന്ത്രിക്കാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ വേസ്റ്റ് കുറയ്ക്കാനും മെറ്റീരിയൽസ് വീണ്ടും ഉപയോഗിക്കാനും റീസൈക്ലിംഗ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, തുണിയുടെ മേൽഭാഗത്ത് ഉയർന്ന ഡിസൈൻ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? തുണിയുടെ മേൽഭാഗത്ത് ഉയർന്ന ഡിസൈൻ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? എംബോസിംഗ് ആണ്. ഫാബ്രിക്കിന്റെ സർഫേസിൽ റേസ്ഡ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഡിസൈൻ ഉണ്ടാക്കുന്ന ഒരു ഫിനിഷിംഗ് ടെക്നിക്കാണ് എംബോസിംഗ് എന്ന് പറയുന്നത്. ചൂടും പ്രഷറും ഉപയോഗിച്ചിട്ട് പ്രത്യേക റോളർ അല്ലെങ്കിൽ പ്ലേറ്റ് ഉപയോഗിച്ച് ഡിസൈൻ ഫാബ്രിക്കിന്റെ സർഫേസിൽ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഗ്ലേസിംഗ്, വെയ്റ്റിംഗ്, കാലണ്ടറിംഗ്. ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കിന് സ്മൂത്ത് ഷൈനി സർഫേസ് നൽകുന്ന ഫിനിഷിംഗ് ആണ്. വെയ്റ്റിംഗ് എന്നാൽ എന്താണ്? ഫാബ്രിക്കിന്റെ വെയിറ്റ് വർദ്ധിപ്പിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. കാലണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ പ്രഷറും റോളേഴ്സും ഉപയോഗിച്ചിട്ട് സ്മൂത്ത്നെസ്സും ലസ്റ്ററും നൽകുന്ന പ്രോസസ്സാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 603. തുണി ശരീരത്തോട് ഒട്ടുന്നത് തടയുന്ന ട്രീറ്റ്മെന്റ് ഏത്? തുണി ശരീരത്തോട് ഒട്ടുന്നത് തടയുന്ന ട്രീറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ആന്റി സ്റ്റാറ്റിക് ഫിനിഷ് ആണ്. ഫാബ്രിക്കിനും ശരീരത്തിനും ഇടയിൽ ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കുറയ്ക്കുന്ന ഫിനിഷാണ് ഈ ആന്റി സ്റ്റാറ്റിക് ഫിനിഷ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ചാർജ് കുറയുന്നതിനാൽ എന്താണ്? ഫാബ്രിക് ശരീരത്തോട് ഒട്ടുന്ന ടെൻഡൻസി കുറയും. ബാക്കിയുള്ള എന്താണ്? വാട്ടർ പ്രൂഫ് ഫിനിഷ്. വാട്ടർ പ്രൂഫ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ വെള്ളം ഫാബ്രിക്കിലേക്ക് കടക്കുന്നത് തടയുന്നു. ആന്റി ബാക്ടീരിയൽ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ വളർച്ച നിയന്ത്രിക്കുന്നു. മോത്ത് പ്രൂഫ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ മോത്ത് അല്ലെങ്കിൽ ഇൻസെക്ട്സ്, പ്രാണികൾ മൂലമുള്ള ഡാമേജസ് തടയുന്നു. ആന്റി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് ചാർജിന്റെ റിഡക്ഷൻ കുറയ്ക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 604. ടെക്സ്റ്റൈലുകളുടെ ജനനം എന്നത് എന്താണ് അർത്ഥം? എന്താണ് ജനസിസ് ഓഫ് ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ടെക്സ്റ്റൈലുകളുടെ ജനനം എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? എന്താണ്? ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി. ജനസിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒറിജിൻ അല്ലെങ്കിൽ ബിഗിനിങ് എന്നതാണ്. ടെക്സ്റ്റൈലിന്റെ ജനസിസ് അല്ലെങ്കിൽ ടെക്സ്റ്റൈലുകളുടെ ജനനം എന്ന് പറയുന്നത് ടെക്സ്റ്റൈലിന്റെ ഉത്ഭവവും ചരിത്രപരവുമായ തുടക്കം സംബന്ധിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എന്താണ്? ഹിസ്റ്ററി. ടെക്സ്റ്റൈലിന്റെ ഒറിജിൻ ഹിസ്റ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? നിലവാരം, വികസനം, ഗ്രേഡ്. അതൊന്നും നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ 605. APTMA. APTMA എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? APTMA എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഓൾ പാകിസ്ഥാൻ ടെക്സ്റ്റൈൽ മിൽസ് അസോസിയേഷൻ. ഓൾ പാകിസ്ഥാൻ ടെക്സ്റ്റൈൽസ് മിൽ അസോസിയേഷൻ ആണ് APTMA. ഓൾ പാകിസ്ഥാൻ ടെക്സ്റ്റൈൽസ് മിൽ അസോസിയേഷൻ. എന്താണത്? പാകിസ്ഥാനിലെ ടെക്സ്റ്റൈൽ മിൽസിനെ പ്രതിനിധീകരിക്കുന്ന പ്രധാന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അസോസിയേഷനാണിത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. 606ാമത്തെ ക്വസ്റ്റ്യൻ, ബ്ലീച്ചിങ് ഏത് തരത്തിലുള്ള ചികിത്സയാണ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് തരത്തിലുള്ളതാണ്? വൈറ്റനിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഫാബ്രിക്കിലുള്ള നാച്ചുറൽ കളറിംഗ് മാറ്റർ നീക്കം ചെയ്ത് വൈറ്റ്നസ് വർദ്ധിപ്പിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? മേഴ്സറൈസിങ്. കോട്ടണിന് ലസ്റ്ററും സ്ട്രെങ്ത് തുടങ്ങിയ പ്രോപ്പർട്ടീസ് നൽകാൻ. കോട്ടണിന് എന്താണ്? ലസ്റ്റർ, സ്ട്രെങ്ത് തുടങ്ങിയ പ്രോപ്പർട്ടീസ് മെച്ചപ്പെടുത്തുന്ന ട്രീറ്റ്മെന്റ് ആണ്. ക്ലീനിങ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്കൗറിംഗ് ആണ്. ക്ലീനിങ് എന്ന് പറയുന്നത് എന്താണ്? ക്ലീനിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ സ്കൗറിംഗ് ആണ് ചെയ്യുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 607. തുണിയുടെ മേൽഭാഗത്തിലുള്ള ഫ്രീ ഫൈബേഴ്സ് തീ കൊണ്ട് നീക്കം ചെയ്യുന്നത് എന്ത് പറയുന്നു? തുണിയുടെ മേൽഭാഗത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള സ്വതന്ത്ര നാരുകൾ അല്ലെങ്കിൽ നാരങ്ങൾ എന്ന് പറയുന്ന നാരുകൾ തീ കൊണ്ട് നീക്കം ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നു? സിഞ്ചിങ് ആണ് കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്യണേ. സിഞ്ചിങ് ആണ് ആൻസർ.
ഫാബ്രിക് സർഫേസിൽ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യുന്ന ചെറിയ ഫൈബേഴ്സിനെ ഫ്ലെയിം ഉപയോഗിച്ച് ബേൺ ഓഫ് ചെയ്യുന്നതാണ് സിഞ്ചിങ് എന്ന് പറയുന്നത്. ഇത് ഫാബ്രിക് സർഫേസ് കൂടുതൽ സ്മൂത്ത് ആക്കുന്നു. ഫ്ലെയിം ഉപയോഗിച്ച് ബേൺ ഓഫ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന പ്രൊട്രൂഡിങ് ഫൈബേഴ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ബാക്കിയുള്ള എന്താണ്? ക്ലീനിങ്, ഡേർട്ട് ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്യുന്നത്. ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക് പ്രോപ്പർട്ടീസ് മെച്ചപ്പെടുത്തുന്ന വിവിധ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ സർഫേസ് ഫൈബേഴ്സ് മെക്കാനിക്കലി കട്ട് ചെയ്യുന്നതാണ്. ഗോട്ടിൻ്റെ ഒക്കെ മേലെയുള്ള വൂളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിനാണ് ഷിയറിംഗ്, അല്ലെങ്കിൽ സർഫേസിലുള്ള ഫൈബേഴ്സ് മെക്കാനിക്കലി മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ 608. ചുവപ്പ് നിറം എന്തിൻ്റെ അടയാളമാണ്? ചുവപ്പ് നിറം എന്തിൻ്റെ അടയാളമാണ്? അപകടം അല്ലെങ്കിൽ ഡേഞ്ചർ. കളർ സിംബോളിസമിൽ റെഡ് സാധാരണയായിട്ട് ഡേഞ്ചർ, വാർണിംഗ്, എമർജൻസി തുടങ്ങിയവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കളറാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഭൂമി, എർത്തിനെ സാധാരണ ബ്രൗൺ, ഗ്രീൻ ഷെയ്ഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റിതം എന്ന് പറയുന്ന ഡിസൈൻ പ്രിൻസിപ്പിളായ റിതമിന് റെഡുമായി ഡയറക്റ്റ് ബന്ധമില്ല, അതൊരു പ്രിൻസിപ്പിളാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 609. രാസവസ്തുക്കളോ പെട്രോളിയം ബേസ്ഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ച് ഹാർഡ് വാട്ടറിലും സോഫ്റ്റ് വാട്ടറിലും ഉപയോഗിക്കാൻ കഴിയുന്ന എന്ത്? രാസവസ്തുക്കളോ പെട്രോളിയമോ ഉപയോഗിച്ച് നിർമ്മിച്ച് കഠിനജലവും മൃദുജലത്തിലും ഉപയോഗിക്കാൻ കഴിയുന്നവ ഏത്? ഹാർഡ് വാട്ടറിലും സോഫ്റ്റ് വാട്ടറിലും ഉപയോഗിക്കാൻ കഴിയുന്ന എന്താണ്? ഡിറ്റർജൻ്റ് ആണ്. ഡിറ്റർജൻസ് സാധാരണയായിട്ട് സിന്തറ്റിക് കെമിക്കൽസിൽ നിന്ന് നിർമ്മിക്കുന്ന ക്ലീനിങ് ഏജൻസ് ആണ്. ഇവ ഹാർഡ് വാട്ടറിലും സോഫ്റ്റ് വാട്ടറിലും ഫലപ്രദമായി പ്രവർത്തിക്കും. സോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് വാട്ടറിൽ സ്കം രൂപപ്പെടുത്തുന്നതിൽ എഫക്റ്റീവ്നെസ് കുറയും. ബ്ലീച്ചോ വൈറ്റനിങ് ആണ്, കളർ റിമൂവൽ ട്രീറ്റ്മെൻ്റ് ആണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് സൈസിങ് അല്ലെങ്കിൽ സ്റ്റിഫനിങ് ഏജന്റ് ആണ് അല്ലേ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 610. സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ മറ്റൊരു പേര് എന്താണ്? എന്താണ് സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്? സിൽക്ക് സ്ക്രീൻ പ്രിന്റിംഗ്. ഓപ്ഷൻ നോക്കുക, സിൽക്ക് സ്ക്രീൻ പ്രിന്റിംഗ്. അതായത് മെഷ് സ്ക്രീൻ ഉപയോഗിച്ച് ഇങ്ക് അല്ലെങ്കിൽ പേസ്റ്റ് ഫാബ്രിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രിന്റിംഗ് മെത്തേഡാണ് സ്ക്രീൻ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ചരിത്രപരമായിട്ട് സിൽക്ക് മെഷ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിന് സിൽക്ക് സ്ക്രീൻ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഡിജിറ്റൽ പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റർ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ആദ്യം ട്രാൻസ്ഫർ മീഡിയമിൽ പ്രിന്റ് ചെയ്ത് ഫാബ്രിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ്. സിന്തറ്റിക് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റാൻഡേർഡ് നെയിം അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 611. COD എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? COD എന്താണ്? ഓപ്ഷൻസിൽ നോക്കുക. ക്യാഷ് ഓൺ ഡെലിവറി. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു ആൻസർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി. പ്രോഡക്റ്റ് ഡെലിവറി ലഭിക്കുന്ന സമയത്ത് പേയ്മെന്റ് നടത്തുന്നതിനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 612. നിറ്റിംഗ് അല്ലെങ്കിൽ നെയ്ത്ത് ഏത് തരത്തിലുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു? നിറ്റിംഗ് ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫാബ്രിക്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് തരത്തിലുള്ളതാണ്? സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് ഉണ്ടാക്കുന്നത്. നിറ്റഡ് ഫാബ്രിക്കിന്റെ ലൂപ്പ് സ്ട്രക്ചർ കാരണം ഫാബ്രിക്കിന് നല്ല സ്ട്രെച്ച് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ലഭിക്കും നമുക്കറിയാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 613. ഹ്യൂ എന്നത് അടിസ്ഥാനമായി എന്തിന്റെ പേരാണ്? ഹ്യൂ എന്ന് പറയുന്നത് എന്തിന്റെ പേരാണ്? കളർ അല്ലെങ്കിൽ നിറം. ഹ്യൂ എന്ന് പറയുന്നത് കളർ അല്ലെങ്കിൽ നിറത്തിന്റെ പേരാണ് അല്ലെ. ഒരു കളർ ഫാമിലിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ബേസിക് കളർ നെയിമാണ് ഹ്യൂ എന്ന് പറയുന്നത്. ഉദാഹരണം റെഡ് ഹ്യൂ, ബ്ലൂ ഹ്യൂ, ഗ്രീൻ ഹ്യൂ എന്ന് പറയുന്നത് പോലെ. ഓപ്ഷൻസ് നോക്കുക. പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കളർ നൽകുന്ന ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഡൈ എന്ന് പറയുന്നത് ഫാബ്രിക്കിലേക്ക് കളർ നൽകുന്ന കളറിംഗ് സബ്സ്റ്റൻസ് ആണ്. പെയിന്റ് എന്ന് പറയുന്നത് സർഫേസ് കോട്ടിംഗ് മെറ്റീരിയൽ ആണ് അല്ലേ. 614. ഏറ്റവും പഴയ പ്രിന്റിംഗ് മെത്തേഡ് ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഏറ്റവും പഴയ പ്രിന്റിംഗ് മെത്തേഡ് ഏതാണ്? ബ്ലോക്ക് പ്രിന്റിംഗ് ആണ്. ഡിസൈൻ കൊത്തിയ വുഡൻ ബ്ലോക്കിൽ ഡൈ അല്ലെങ്കിൽ പ്രിന്റിംഗ് പേസ്റ്റ് പുരട്ടി ഫാബ്രിക്കിൽ റിപ്പീറ്റ് ആയി പ്രിന്റ് ചെയ്യുന്ന ട്രഡീഷണൽ പ്രിന്റിംഗ് മെത്തേഡാണ് ബ്ലോക്ക് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? സ്ക്രീൻ പ്രിന്റിംഗ് നമുക്കറിയാം, സ്ക്രീൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്ഫർ പ്രിന്റിംഗ് എന്താണ്? ട്രാൻസ്ഫർ മീഡിയം ഉപയോഗിക്കുന്ന മോഡേൺ മെത്തേഡാണ്. ഡിജിറ്റൽ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ കൺട്രോൾഡ് മോഡേൺ പ്രിന്റിംഗ് ആണ്. ട്രഡീഷണലി ഏറ്റവും പഴയതായിട്ടുള്ളത് ഏതാണ്? ബ്ലോക്ക് പ്രിന്റിംഗ്. 615. യാൺ കൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഏത് തരം യാണുകൾക്ക്? യാൺ കൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന ഏത് തരം നൂലുകൾക്കാണ്? ഉത്തരം സ്പൺ. സ്റ്റേപ്പിൾ ഫൈബേഴ്സ് ഉപയോഗിച്ച് നിർമ്മിച്ച സ്പൺ യാണിന്റെ ഫൈൻനെസ് അല്ലെങ്കിൽ തിക്നെസ് അളക്കാൻ ഉപയോഗിക്കുന്ന യാൺ കൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നത് അല്ലേ. സ്റ്റേപ്പിൾ ഫൈബേഴ്സ് ഉപയോഗിച്ച് നിർമ്മിച്ച സ്പൺ യാണിന്റെ ഫൈൻനെസ്സോ തിക്നെസ്സോ അളക്കാനാണ് യാൺ കൗണ്ട് സിസ്റ്റംസ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസിലെ കോംപ്ലക്സ് എന്താണ്? സ്റ്റാൻഡേർഡ് യാൺ കാറ്റഗറി അല്ല. ഫിലമെന്റ് എന്ന് പറയുന്നത് ഫിലമെന്റ് യാണിന് സാധാരണ ലീനിയർ ഡെൻസിറ്റി സിസ്റ്റംസ് ലൈക്ക്
എന്താണ് ടെക്സ് അല്ലെങ്കിൽ ഡീനിയർ ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 616. വസ്ത്ര രൂപകൽപ്പനയിൽ നാടകീയവും ട്രെൻഡിയുമായ ലൈനുകൾ ഏതാണ്? വസ്ത്ര രൂപകൽപ്പനയിൽ ഡ്രമാറ്റിക് ആൻഡ് ട്രെൻഡി ലൈൻസ് ഏതാണ്? നാടകീയവും ട്രെൻഡിയുമായ ലൈൻസ് ഏതാണ്? ഡയഗണൽ ആണ്. ഡയഗണൽ ലൈൻസ് ഡിസൈനിൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഡൈനാമിസം എന്നിവ നൽകുന്നതിനാൽ ഡ്രമാറ്റിക് ആൻഡ് ട്രെൻഡി അപ്പിയറൻസ് ഏതാണ്? ഡയഗണൽ ലൈൻസ് ആണ്. വെർട്ടിക്കൽ ലൈൻസ് എന്താണ്? ഹൈറ്റ് ആൻഡ് സ്ലിംനെസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ വിഡ്ത്ത് ആൻഡ് കാംനെസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. കേർവ്ഡ് ലൈൻസ് എന്താണ്? സോഫ്റ്റ്നെസ് ആൻഡ് ഫെമിനിറ്റി ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 617. വസ്ത്രത്തിൽ കൂടുതൽ വിടവുണ്ടാക്കാൻ നൽകുന്ന അധിക അളവിനെ എന്താണ് വിളിക്കുന്നത്? വസ്ത്രത്തിൽ കൂടുതൽ വിടവും കംഫർട്ടും ലഭിക്കാൻ ചേർക്കുന്ന അധിക അളവിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? വെയറിംഗ് ഈസ്. ബോഡി മെഷർമെന്റിനേക്കാൾ ഗാർമെന്റിൽ അധികമായി നൽകുന്ന സ്പേസ് ആണ് ഈസ് എന്ന് പറയുന്നത്. ബോഡി മൂവ്മെന്റിനും കംഫർട്ടിനും വേണ്ട ഈസ് ആണ് വെയറിംഗ് ഈസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ബോഡി അല്ലെങ്കിൽ ഗാർമെന്റിന്റെ അളവാണ്. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ പാർട്സ് തമ്മിലുള്ള സൈസ് റിലേഷൻഷിപ്പ് ആണ്. ഡിസ്പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഇല്ലായ്മ, പ്രോപ്പർ ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 618. നെയ്ത്ത് തുണിയുടെ സ്വാഭാവിക അതിർഭാഗം എന്താണ്? നെയ്ത്ത് തുണിയുടെ സ്വാഭാവിക അതിർഭാഗം എന്താണ്? സെൽവേജ് ആണ് അല്ലെ, സെൽവേജ് ആണ്. വോവൻ ഫാബ്രിക്കിന്റെ നീളത്തിന്റെ ഇരുവശങ്ങളിലും നെയ്ത്ത് സ്വാഭാവികമായി രൂപപ്പെടുന്ന ഫേം എഡ്ജ് ആണ് സെൽവേജ് എന്ന് പറയുന്നത്. ഇത് ഫാബ്രിക് എഡ്ജ് അൺറാവൽ അല്ലെങ്കിൽ നൂലൂരി പോകുന്നത് തടയാനായിട്ട് സഹായിക്കുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബയാസ്. ബയാസ് പറഞ്ഞാൽ വെഫ്റ്റ് വാർപ്പിനോട് 45 ഡിഗ്രി ഡയറക്ഷനാണ് ബയാസ് എന്ന് പറയുന്നത്. ഡൈയിങ് എന്ന് പറഞ്ഞാൽ കളർ നൽകുന്ന പ്രോസസ്സാണ്. പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈൻ കളർ പാറ്റേൺ നൽകുന്ന പ്രോസസ്സാണ് തുണിയുടെ സർഫേസിൽ അല്ലേ. ഇനി 619. നിറ്റിംഗ് എത്ര തരമുണ്ട്? നിറ്റിംഗ് എത്ര തരമാണുള്ളത്? 2 തരം. നിറ്റിങ്ങിന്റെ പ്രധാന 2 ടൈപ്സ് ഏതാണ്? വാർപ്പ് നിറ്റിങ്ങും വെഫ്റ്റ് നിറ്റിങ്ങുമാണ് പ്രധാന ടൈപ്സ് എന്ന് പറയുന്നത്. 620. സ്ലാക്ക് യാൺ ഉണ്ടാകുന്നത് വീവിങ്ങിൽ എന്തുകൊണ്ട്? വീവിങ്ങിൽ സ്ലാക്ക് യാൺ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇൻസഫീഷ്യന്റ് ടെൻഷൻ. എന്താണ് ഇൻസഫീഷ്യന്റ് ടെൻഷൻ? വാർപ്പ് യാണിന് ആവശ്യമായ ടെൻഷൻ ലഭിക്കാത്തപ്പോൾ യാണ് ലൂസായി കിടക്കുകയും സ്ലാക്ക് യാൺ ഡിഫക്റ്റ് ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത്. എന്താണ്? വാർപ്പ് യാണിന് ആവശ്യമായ ടെൻഷൻ ലഭിക്കാത്തപ്പോഴാണ് യാൺ ലൂസായി കിടക്കുകയും സ്ലാക്ക് യാൺ ഡിഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. സ്ലബ് യാൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസിലെ യാണിലെ തിക്ക് പ്ലേസ് ആണ് സ്ലബ് യാൺ എന്ന് പറയുന്നത്. ഡിഫക്റ്റീവ് യാൺ എന്താണ്? യാൺ ഡിഫക്ട്സ് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. പക്ഷേ എന്താണ്? ഇൻസഫീഷ്യൻ യാണിൻ്റെ ഒരു റീസൺ എന്താണ്? സ്ലാക്ക് യാണിൻ്റെ ഒരു റീസൺ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 621. എൻസ് ആൻഡ് പിക്സ് യഥാക്രമം എന്താണ് അറിയപ്പെടുന്നത്? എൻസ് ആൻഡ് പിക്സ് എന്നുള്ളതിൻ്റെ എന്താണ് കറക്റ്റായിട്ട് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? വാർപ്പ് ആൻഡ് ഫില്ലിംഗ്. എൻസ് എന്ന് പറഞ്ഞാൽ വാർപ്പ് യാൺസും പിക്സ് എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് യാൺസും ആണ്. ഓർഡർ മാറിപ്പോയത്. എൻസ് എന്ന് പറഞ്ഞാൽ വാർപ്പും പിക്സ് എന്ന് പറഞ്ഞാൽ ഫില്ലിങ്ങും. അടുത്ത ക്വസ്റ്റ്യൻ 622. കോളറിന് താഴെ തിരിഞ്ഞു നിൽക്കുന്ന വസ്ത്രഭാഗം എന്താണ്? കോളറിന് താഴെയായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന വസ്ത്രഭാഗം എന്താണ്? ലേപ്പൽ ആണ്. ലേപ്പൽ. കോട്ട്, ജാക്കറ്റ്, ബ്ലേസർ തുടങ്ങിയ ഗാർമെന്റ്സിൽ കോളറിന്റെ താഴെയായിട്ട്, കോളറിൽ നിന്ന് താഴെ മടക്കി വരുന്ന ഭാഗമാണ് ലേപ്പൽ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കുക. യോക്ക് എന്താണ്? ഗാർമെന്റ് അപ്പർ ഭാഗത്ത് ചേർക്കുന്ന സ്ട്രക്ചറൽ പീസാണ്. ഹെം എന്ന് പറയുന്നത് ഗാർമെന്റ് അറ്റം മടക്കി ഫിനിഷ് ചെയ്യുന്നതാണ്. ട്രിം എന്ന് പറഞ്ഞാൽ ഗാർമെന്റ് അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഡെക്കറേറ്റീവ് മെറ്റീരിയൽ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 623. തുണിയുടെ അറ്റം ചിതറുന്നത് തടയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? തുണിയുടെ അറ്റം ചിതറുന്നത് തടയാൻ, ഫ്രെയിങ് തടയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നിക്ക് എന്താണ്? സീം ഫിനിഷ് ആണ്. സീം ഫിനിഷ്. എന്താണ്? സീം അലവൻസിന്റെ റോയിഡ്ജ് ഫ്രെയിങ് അല്ലെങ്കിൽ ചിതറൽ തടയാനും നീറ്റ് അപ്പിയറൻസ് നൽകാനും ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് സീം ഫിനിഷ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കുക. സീം അലവൻസ് സ്റ്റിച്ചിങ്ങിനായി പാറ്റേൺ എഡ്ജിൽ നൽകുന്ന എക്സ്ട്രാ ഫാബ്രിക് ആണ് സീം അലവൻസ്. സീം എന്ന് പറഞ്ഞാൽ 2 ഫാബ്രിക് പീസസ് ചേർത്തുള്ള സ്റ്റിച്ച്ഡ് ലൈൻ ആണ് അല്ലെ, സ്റ്റിച്ചിങ് ലൈൻ ആണ് സീം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 624. ഡിസൈൻ ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? ഡിസൈൻ എലമെന്റ്സ് ഒത്തുചേരുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? ഹാർമണി. ഒരു ഡിസൈനിലെ കളേഴ്സ്, ലൈൻസ്, ഷേപ്സ്, ടെക്സ്ചേഴ്സ് തുടങ്ങിയ എലമെന്റ്സ് പരസ്പരം യോജിച്ചും പ്ലീസിംഗ് ആയ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന യൂണിറ്റി ആണ് ഹാർമണി എന്ന് പറയുന്നത്.
ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുക. റിത്തം എന്താണ്? റെപ്പറ്റീഷൻ വഴി മൂവ്മെന്റ് ഉണ്ടാക്കുന്നതാണ്. റെപ്പറ്റീഷൻ വഴി മൂവ്മെന്റ് ഉണ്ടാക്കുന്നതാണ് റിത്തം. ബാലൻസ് എന്താണ്? ഡിസൈനിൽ വിഷ്വൽ വെയിറ്റ് ബാലൻസ് ആവുന്നത്, ഈക്വൽ ആവുന്നത്, അല്ലെങ്കിൽ സമതുലിതമാക്കുന്നതാണ് ബാലൻസ് എന്ന് പറയുന്നത്. പ്രപ്പോർഷൻ എന്താണ്? പാർട്സ് തമ്മിലുള്ള സൈസ് റിലേഷൻഷിപ്പാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 625. നിറത്തിന്റെ പ്രകാശവും ഇരുണ്ടത്തും, അതായത് നിറത്തിന്റെ പ്രകാശം, അതായത് ബ്രൈറ്റ്നസ്സും ഡൾനെസ്സും എന്താണ് വിളിക്കുന്നത്? വാല്യൂ. ഒരു നിറത്തിന്റെ ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ആണെന്ന് സൂചിപ്പിക്കുന്ന കളർ പ്രോപ്പർട്ടിയാണ് വാല്യൂ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കുക. ഷെയ്ഡ് എന്താണ്? കളറിൽ ബ്ലാക്ക് ചേർത്തുണ്ടാക്കുന്ന ഡാർക്ക് വേരിയേഷൻ ആണ് ഷെയ്ഡ് എന്ന് പറയുന്നത്. ടിൻറ്റ് എന്ന് പറഞ്ഞാൽ കളറിൽ വൈറ്റ് ചേർത്തുണ്ടാക്കുന്ന ലൈറ്റർ വേരിയേഷൻ ആണ് ടിൻറ്റ് എന്ന് പറയുന്നത്. 626. ഒരു വസ്തുവിന്റെ പുറം രേഖ സില്ലറ്റ് എന്താണ്? ഒരു വസ്തുവിന്റെ പുറം രേഖ അല്ലെങ്കിൽ സില്ലൗട്ട് എന്ന് പറയുന്നത് എന്താണ്? ഷേപ്പ് ആണ് അല്ലെ? ഒരു ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഫോം ആണ് ഷേപ്പ് എന്ന് പറയുന്നത്. അതാണ് ഔട്ട്ലൈൻ. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുക. സ്പേസ് എന്ന് പറഞ്ഞാൽ ഡിസൈനിലുള്ള അല്ലെങ്കിൽ ഡിസൈൻ ചുറ്റുമുള്ള എംപ്റ്റി ഏരിയ, ഡിസൈനിലുള്ള ഏരിയ അല്ലെങ്കിൽ ചുറ്റുമുള്ള എംപ്റ്റി ഏരിയ. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ പാർട്സ് തമ്മിലുള്ള സൈസ് റിലേഷൻഷിപ്പ്. റിത്തം എന്താണ്? റെപ്പറ്റീഷൻ വഴി മൂവ്മെന്റ് സൃഷ്ടിക്കുന്ന പ്രിൻസിപ്പിളാണ് റിത്തം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 627. വസ്ത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും സുന്ദരമായി ക്രമീകരിച്ചതിനെ എന്താണ് വിളിക്കുന്നത്? ഒരു വസ്ത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും സുന്ദരമായി ക്രമീകരിച്ചതിനെ എന്താണ് വിളിക്കുന്നത്? ഹാർമണി. ഗാർമെന്റിലെ കളർ, ലൈൻ, ഷേപ്പ്, ടെക്സ്ചർ തുടങ്ങിയ ഘടകങ്ങൾ പരസ്പരം യോജിച്ച് പ്ലീസിംഗ് ആയിട്ടുള്ള അപ്പിയറൻസ് നൽകുമ്പോൾ അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഹാർമണി എന്നാണ് പറയുന്നത്. ബാലൻസ് എന്താണ്? വിഷ്വൽ വെയിറ്റ് ബാലൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? പ്രപ്പോർഷൻ പാർട്സ് തമ്മിലുള്ള സൈസ് റിലേഷൻഷിപ്പ്. റിത്തം എന്താണ്? റെപ്പറ്റീഷൻ വഴി മൂവ്മെന്റ് സൃഷ്ടിക്കുന്നതിനെയാണ് റിത്തം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 628. വാർപ്പ് നിറ്റിംഗിൽ യാൺ എങ്ങനെ ഉപയോഗിക്കുന്നു? വാർപ്പ് നിറ്റിംഗിൽ യാൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? സെവറൽ. എന്താണ് സെവറൽ? വാർപ്പ് നിറ്റിംഗിൽ സാധാരണയായി മൾട്ടിപ്പിൾ യാൺസ് ഒരേ സമയം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ നീഡിൽ അല്ലെങ്കിൽ നീഡിൽ ഗ്രൂപ്പിനും യാൺ സപ്ലൈ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. വാർപ്പ് നിറ്റിംഗിൽ സാധാരണ മൾട്ടിപ്പിൾ യാൺസ് ആണ് ഒരേ സമയം ഉപയോഗിക്കുന്നത്. ഓരോ നീഡിൽ അല്ലെങ്കിൽ നീഡിൽ ഗ്രൂപ്പിനും യാൺസ് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. 1 സിംഗിൾ യാൺ ഉപയോഗിക്കുന്നതല്ല. 4 ഫിക്സഡ് നമ്പർ ആയിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ 4, 3, 1 ഒന്നും ആൻസർ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 629. റീജനറേറ്റഡ് ഫൈബേഴ്സ് കൂടുതലായി ഉപയോഗിക്കുന്നത് എവിടെയാണ്? റീജനറേറ്റഡ് ഫൈബേഴ്സ് കൂടുതലായി ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇൻഡസ്ട്രീസിലാണ്. റയോൺ പോലുള്ള റീജനറേറ്റഡ് ഫൈബേഴ്സ് വിവിധ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്സ്റ്റൈൽ ആപ്ലിക്കേഷൻസിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ റീജനറേറ്റഡ് ഫൈബർ ക്ലോത്തിങ്ങിലും ഉപയോഗിക്കുന്നു. പക്ഷേ റീജനറേറ്റഡ് ഫൈബേഴ്സ് മാത്രമല്ല, എല്ലാതരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാർപ്പറ്റ്സിൽ ചില റീജനറേറ്റഡ് ഫൈബേഴ്സ് ഉപയോഗിക്കും. നെറ്റ്സിൽ സാധാരണ പ്രൈമറി ആപ്ലിക്കേഷൻ ഇല്ല. പക്ഷേ എല്ലാം കൂടി മൊത്തത്തിൽ പറയുന്നതാണ് എന്താ? ഇൻഡസ്ട്രീസ് എന്ന്, അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ. അടുത്ത ക്വസ്റ്റ്യൻ 630. കെട്ടുകൾ കെട്ടി അലങ്കാരം സൃഷ്ടിക്കുന്ന കല എന്താണ്? കെട്ടുകൾ കെട്ടി അലങ്കാരം സൃഷ്ടിക്കുന്ന കല എന്താണ്? മാക്രമേ. നൂലുകളോ കോഡ്സോ കെട്ടുകൾ നോട്ട്സ് ഉപയോഗിച്ച് ഡെക്കറേറ്റീവ് പാറ്റേൺസ് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റാണ് മാക്രമേ എന്ന് പറയുന്നത്. ക്രോച്ചറ്റിംഗ് എന്താണ്? ക്രോച്ചറ്റ് ഹുക്ക് ഉപയോഗിച്ച് ലൂപ്സ് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റാണ്. ബ്രെയ്ഡിങ് എന്ന് പറഞ്ഞാൽ സ്ട്രാൻഡ്സ് ഇന്റർലേസ് ചെയ്ത് ബ്രെയ്ഡ് ഉണ്ടാക്കുന്നതാണ്, ഇങ്ങനെ മെടഞ്ഞുണ്ടാക്കുന്നത്. എംബ്രോയിഡറി നീഡിൽസ് ആൻഡ് ത്രെഡ്സ് ഉപയോഗിച്ച് ഫാബ്രിക് സർഫേസിൽ ഡെക്കറേഷൻ ചെയ്യുന്നതാണ് എംബ്രോയിഡറി എന്ന് പറയുന്നത്. മാക്രമേ എന്താണ്? നോട്ടിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 631. 2 അല്ലെങ്കിൽ കൂടുതൽ നൂലുകൾ ചേർത്ത് തിരിക്കുന്നതിന് എന്ത് യാൺ എന്ന് വിളിക്കുന്നു? എന്താണ് ഉത്തരം? പ്ലൈ യാണാണ് അല്ലേ? 2 അല്ലെങ്കിൽ അതിലധികം സിംഗിൾ യാൺസ് ഒന്നിച്ച് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന യാണാണ് പ്ലൈഡ് യാൺ എന്ന് പറയുന്നത്. ഓപ്ഷൻസിലെ നോവൽറ്റി ആണെന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ ഡെക്കറേറ്റീവ് എഫക്റ്റ് ഉള്ള യാണാണ് നോവൽറ്റി ആണെന്ന് പറയുന്നത്. കേബിൾഡ് യാണോ 2ഓ അതിലധികമോ പ്ലൈഡ് യാൺസിനെ വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന യാണാണ് കേബിൾഡ് യാൺ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 632. ഫാഷൻ സാമ്പത്തികമല്ലാത്ത കാര്യങ്ങളെയും സ്വാധീനിക്കുന്നു. ഉദാഹരണം ഏത്? ഓപ്ഷൻസിലെ മണി, ഇക്കണോമി, എക്സ്പെൻസസ് എല്ലാം സാമ്പത്തികവുമായി റിലേറ്റഡ് ആണ്. സോഷ്യൽ കസ്റ്റംസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫാഷൻ സാമ്പത്തിക മേഖലയ്ക്ക് പുറമെ സോഷ്യൽ കസ്റ്റംസ്, ട്രഡീഷൻസ്, ലൈഫ് സ്റ്റൈൽ, കൾച്ചർ എന്നിവയും സ്വാധീനിക്കുന്നു. അപ്പോൾ ഉത്തരം ഏതാണ്? സോഷ്യൽ കസ്റ്റംസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 633. വസ്ത്ര അലങ്കാരത്തിനായി പ്രധാനമായി ഉപയോഗിക്കുന്ന ട്രിമ്മിങ്സ് ഏത്? വസ്ത്ര അലങ്കാരത്തിനായി പ്രധാനമായി ഉപയോഗിക്കുന്ന
ട്രിമ്മിങ്സ് ഏതാണ്? ഉത്തരം? ലേസസ് ആണ്. ഗാർമെന്റ്സ് അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഡെക്കറേറ്റീവ് ട്രിമ്മിംഗ് ആണ് ലേസ് എന്ന് പറയുന്നത്. ഫ്ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഗാർമെന്റ് ട്രിമ്മിംഗ് ടേം ഇല്ല നമുക്ക്. നെറ്റ്സ് എന്ന് പറഞ്ഞാൽ ചില ഡെക്കറേറ്റീവ് ആപ്ലിക്കേഷൻസിൽ ഉണ്ടാകുമെങ്കിലും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല. നിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിറ്റഡ് സ്ട്രക്ചേഴ്സ് ആണ്. ലേസസ് ആണ് നമ്മുടെ ഡെക്കറേറ്റീവ് അല്ലെങ്കിൽ ഗാർമെന്റ് ഡെക്കറേഷനിൽ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ട്രിമ്മിംഗ് എന്ന് പറയുന്നത്. 634 മേഴ്സറൈസേഷനിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. മേഴ്സറൈസേഷനിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. കോട്ടണിനെ കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് NaOH ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് മേഴ്സറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പോളിയസ്റ്റർ. 635ാമത്തെ ക്വസ്റ്റ്യൻ. പോളിയസ്റ്ററിന്റെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി കാരണം അത് ഏതിനാണ് കൂടുതൽ അനുയോജ്യം? പോളിയസ്റ്ററിന്റെ ശക്തിയും സ്ഥിരതയും കാരണം അത് എന്തിനാണ് കൂടുതൽ അനുയോജ്യമായിട്ട് വരുന്നത്? സൂയിങ് ത്രെഡിന്. പോളിയസ്റ്ററിന്റെ ഹൈ സ്ട്രെങ്ത്തും അബ്രാഷൻ റെസിസ്റ്റൻസും ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി എന്നിവ കാരണം എന്താണ് സൂയിങ് ത്രെഡ്സ് നിർമ്മിക്കാൻ ഇത് വളരെ സ്യൂട്ടബിൾ ആണ്. അതിങ്ങനെ ഒരസിയാൽ അബ്രാഷൻ റെസിസ്റ്റൻസ് എവിടെയെങ്കിലും ഒരയണ സമയത്ത് പൊട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ അളവ് വലിയ നീളം കൂടുക കുറയുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഹൈ സ്ട്രെങ്ത്തുമാണ്. അതുകൊണ്ടാണത് സൂയിങ് ത്രെഡ് ഉപയോഗിക്കുന്നത്. റോബ്സ്. ഓപ്ഷനിലെ റോബ്സ് എന്താണ്? പോളിയസ്റ്റർ റോബ്സ് ഉണ്ടെങ്കിലും നമ്മൾക്ക് സൂയിങ് ത്രെഡിനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ സൂയിങ് ത്രെഡ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? പോളിയസ്റ്റർ കൊണ്ടാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കേണ്ട. 636 ബാത്തിക് ഏത് രീതിയിലുള്ള ടെക്നിക്കാണ്? ബാത്തിക് ഏത് രീതിയിലുള്ള സാങ്കേതിക വിദ്യയാണ്? ഏതാണ്? വാക്സ് റെസിസ്റ്റ് ഡൈയിങ് ആണ് അല്ലേ. ഫാബ്രിക്കിൽ ചില ഭാഗങ്ങളിൽ വാക്സ് പുരട്ടി ഡൈ അവിടെ എത്തുന്നത് തടഞ്ഞ് പിന്നീട് ഡൈയിങ് നടത്തുന്ന റെസിസ്റ്റ് ടെക്നിക്കാണ്. റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ തടയുകയാണ്. ചില ഭാഗങ്ങളിൽ ഡൈ ആവാതിരിക്കാൻ വാക്സ് പുരട്ടി തടയുകയാണ് ചെയ്യുന്നത്. അതാണ് ബാത്തിക് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസിലെ ഡൈ റെസിസ്റ്റ് ഡൈയിങ് എന്ന് പറയുന്നത് പൊതുവായ റെസിസ്റ്റ് കോൺസെപ്റ്റ് ആണ്. പക്ഷേ ബാത്തിക്കിന്റെ ഒരു സ്പെസിഫിക് റെസിസ്റ്റ് മെറ്റീരിയൽ വാക്സ് ആയിട്ടാണ് ഉത്തരം വരുന്നത്. ടൈ ആൻഡ് ഡൈ എന്താണ്? ഫാബ്രിക് കെട്ടി ഡൈ ചെയ്യുന്നതാണ് ടൈ ആൻഡ് ഡൈ. ബ്ലോക്ക് റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്സ് ഉപയോഗിച്ചുള്ള റെസിസ്റ്റ് മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ 637. സ്പിന്നററ്റ് ഓറിഫിസസ് ഏത് വസ്തുവാൽ പൊതിഞ്ഞിരിക്കുന്നു? പൊതിഞ്ഞിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? അലോയ് അതായത് മാൻമെയ്ഡ് ഫൈബർ സ്പിന്നിങ്ങിൽ പോളിമർ സൊല്യൂഷൻ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത സ്പിന്നററ്റ് ഓറിഫിസസ് വഴി പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബേഴ്സ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫൈബേഴ്സ് എങ്ങനെയാണ് സ്പിന്നിങ് ചെയ്യുന്നത്? പോളിമർ സൊല്യൂഷൻ ഉണ്ടാക്കി അതിനെ ഉരുക്കി മെൽറ്റ് ചെയ്തിട്ട് ചെറിയ സ്പിന്നററ്റ് നമ്മുടെ ഷവറിന്റെ ഹോൾസ് പോലെ ഉണ്ടാവുന്ന ഒരു സ്പിന്നററ്റിന്റെ ഒറിഫിസസ് വഴി പുറത്തേക്ക് ഒഴുക്കുകയാണ്. പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പിന്നററ്റ് സാധാരണ കൊറോഷൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള തുരുമ്പ് പിടിക്കാതൊക്കെ ഇരിക്കാനുള്ള രീതിയിൽ കൊറോഷൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റൽ അലോയ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പം എന്താണ് ആൻസർ? അലോയ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്പിന്നററ്റിലൂടെ സൊല്യൂഷൻ ഒഴുകി വരുന്ന അതിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ടാങ്ക് എന്ന് പറഞ്ഞാൽ സ്പിന്നററ്റ് ആണ്, ടാങ്ക് ആണ്. സ്പിന്നററ്റ് ഒരു ടാങ്ക് അല്ല. നെറ്റ് എന്ന് പറഞ്ഞാൽ സ്പിന്നററ്റ് മെഷ്, അത് ആൻസർ അല്ല. സ്പിന്നററ്റ് നിർമ്മിക്കാൻ എന്താണ്? അലോയ് ആണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ 638. തുണിക്ക് തിളക്കം നൽകാൻ ചൂടും സമ്മർദ്ദവും ഉപയോഗിക്കുന്ന പ്രക്രിയ എന്താണ്? തുണിക്ക് തിളക്കം നൽകാൻ ചൂടും സമ്മർദ്ദവും ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? ലസ്റ്ററിംഗ് ആണ് ഉത്തരം. ഹീറ്റ് ആൻഡ് പ്രഷർ ഉപയോഗിച്ച് ഫാബ്രിക്കിന് തിളക്കം ലസ്റ്റർനെസ് നൽകുന്ന ഫിനിഷിംഗ് പ്രോസസ് ആണ് ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഫെൽറ്റിംഗ് എന്താണ്? ഫൈബേഴ്സ് മാറ്റ് ചെയ്ത് ഫെൽറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഫെൽറ്റിംഗ് എന്ന് പറയുന്നത്. ബീറ്റ്ലിംഗ് എന്താണ്? ലിനൻ കോട്ടൺ ഫാബ്രിക്കിന് ഫേംനെസ് അല്ലെങ്കിൽ ഷീൻ നൽകുന്ന ഒരു മെക്കാനിക്കൽ ഫിനിഷാണ് ബീറ്റ്ലിംഗ് എന്ന് പറയുന്നത്. ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ഗ്ലോസി സർഫേസ് നൽകുന്ന ഫിനിഷാണ്. ക്വസ്റ്റ്യൻ 639. നാരത്തിന്റെ എന്ന് പറഞ്ഞാൽ നാരിൻ്റെയാണ് കേട്ടോ. നാരിന്റെ നീളം, നാര് നീളുകയും പഴയ രൂപത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന കഴിവെന്താണ്? ഒരു നാരിന്റെ നീളുകയും പഴയ രൂപത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന കഴിവെന്താണ്? എലാസ്റ്റിസിറ്റി. ഓപ്ഷൻസ് നോക്കുക. എലാസ്റ്റിസിറ്റി ആണ്. ഒരു ഫൈബർ സ്ട്രെച്ച് ചെയ്ത ശേഷം ഒറിജിനൽ ലെങ്ത്തിൽ നിന്നും തിരിച്ചു വരാനുള്ള കഴിവാണ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ക്രിംബ് എന്താണ്? നാച്ചുറൽ വേവിനെസ് ആണ് ക്രിംബ് എന്ന് പറയുന്ന. സ്ട്രെച്ച് വലിയാനുള്ള അല്ലെങ്കിൽ
നീളാനുള്ള അളവ്, അതിൻ്റെ അളവ് മാറാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക നീളാനുള്ള കഴിവ് അല്ലെങ്കിൽ സ്ട്രെച്ച് ആവാനുള്ള വലിയാനുള്ള കഴിവിനെയാണ് പറയുന്നത്. പ്ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ബെൻഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് പറയുന്നത്. 640ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്പോസിബിൾ മാസ്ക് നിർമ്മിക്കുന്നത് ഏത് വസ്തുവിൽ നിന്നാണ്? ഡിസ്പോസിബിൾ മാസ്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? പോളിപ്രൊപ്പിലീൻ. പോളിപ്രൊപ്പിലീൻ ആണ് ഡിസ്പോസിബിൾ സർജിക്കൽ അല്ലെങ്കിൽ നോൺ വോവൻ മാസ്ക് കോമൺലി നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? പോളിപ്രൊപ്പലൈൻ ആണ്. കാരണം ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ വോവൻ ആയി നിർമ്മിക്കാനും ഫിൽട്രേഷൻ ലെയേഴ്സിൽ ഉപയോഗിക്കാനും അനുയോജ്യമായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വസ്ത്രത്തിന്റെ ഫ്രിക്ഷൻ മൂലം ഉണ്ടാവുന്ന ചാർജ് എന്താണ്? നേരത്തെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി റിലേറ്റഡ് ആയിട്ട്. എന്താണ്? സ്റ്റാറ്റിക് ചാർജ്. സ്റ്റാറ്റിക് ചാർജ് രണ്ട് സർഫേസ് തമ്മിൽ റബ്ബിംഗ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിലാണ് ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ചാർജാണ് സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുന്നത്. രണ്ട് ഫാബ്രിക് സർഫേസ് തമ്മിൽ റബ്ബിംഗ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക്കൽ ചാർജാണ് സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ചാർജ് അല്ലേ. ഇതില്ലാതിരിക്കാനാണ് നമ്മൾ ആൻറ്റി സ്റ്റാറ്റിക് ഫിനിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 642, വീവിങ്ങിൽ അടിസ്ഥാന പ്രവർത്തനങ്ങൾ എത്രയാണ്? വീവിങ്ങിലെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ എത്രയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 4 എണ്ണമാണ്. ബേസിക് വീവിങ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? 4 എണ്ണം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 643, വലതുഭാഗത്ത് തിരിയുന്ന ട്വിസ്റ്റ് എന്താണ്? വലതുഭാഗത്തേക്ക് തിരിയുന്ന ട്വിസ്റ്റ് എന്താണ്? ഇതാണ് വലതുഭാഗത്തേക്ക് തിരിയുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇസഡ് ട്വിസ്റ്റ് ആണ്. സ്പിന്നിങ് സമയത്ത് നൂല് ട്വിസ്റ്റ് ചെയ്യുന്ന ആംഗിൾ എസ് ട്വിസ്റ്റും ഇസഡ് ട്വിസ്റ്റും, അങ്ങനെ 2 തരം ട്വിസ്റ്റ് ഉണ്ട്. അതിനകത്ത് വലതുഭാഗത്തേക്ക് തിരിയുന്ന ട്വിസ്റ്റ് ഏതാണ്? ഇസഡ് ട്വിസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ യാണിനെ വേർട്ടിക്കലായി നോക്കുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് ഇസഡ് എന്ന അക്ഷരത്തിന്റെ ഡയറക്ഷൻ പോലെ കാണുന്ന ട്വിസ്റ്റാണ് ഇസഡ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. എസ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എസ് ഡയറക്ഷനിൽ തിരിയുന്ന ട്വിസ്റ്റാണ്. അപ്പോൾ ഇസഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഇടതു ഭാഗത്തേക്ക് തിരിയുന്ന ട്വിസ്റ്റാണ്. ഇസഡ് ട്വിസ്റ്റ് എന്നാൽ റൈറ്റ് ഹാൻഡ് ട്വിസ്റ്റും എസ് ട്വിസ്റ്റ് എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് ട്വിസ്റ്റും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 644, ഒരു സ്കെച്ച് മാറ്റാൻ കഴിയുന്നത് എന്തായി? ഒരു സ്കെച്ച് മാറ്റാൻ കഴിയുന്ന എന്തായിട്ട്? ഒരു സ്കെച്ചിന് നമുക്ക് എന്തായി മാറ്റാനായി കഴിയുന്നത്? ഗാർമെന്റ് ആയിട്ട് മാറ്റാം അല്ലേ. ഫാഷൻ ഡിസൈനിങ്ങിൽ ഒരു സ്കെച്ചിനെ ആക്ച്വൽ വെയറബിൾ ഫോമിലേക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്നു? ഗാർമെന്റ് ആയി മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 645, മെഷറിംഗ് ടേപ്പിന്റെ സാധാരണ നീളം എത്രയാണ്? ഓപ്ഷൻസ് നോക്കൂ. മെഷറിംഗ് ടേപ്പിന്റെ സാധാരണ നീളം 60 ഇഞ്ചസ് ആണ്. ടൈലറിംഗിൽ സാധാരണ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടേപ്പിന്റെ നീളം എന്ന് പറയുന്നത് 60 ഇഞ്ചസ് ആണ്. അതായത് 5 ഫീറ്റ് ആണ്. ഏകദേശം 150 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 60 ഇഞ്ചസ് ആണ്. അതായത് 5 ഫീറ്റ് ആണ്. ഏകദേശം 150 സെന്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 646, ഗാർമെന്റ് ഒരു ഡാഷ് ഉൽപ്പന്നമാണ്. 646ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർമെന്റ് ഒരു ഡാഷ് ഉൽപ്പന്നമാണ്. എന്താണ്? 3 ഡയമെൻഷണൽ ഉൽപ്പന്നമാണ്. ഗാർമെന്റ് ശരീരത്തെ ചുറ്റിപ്പറ്റി ലെങ്ത്, വിഡ്ത്ത്, ഡെപ്ത് എന്ന 3 ഡയമെൻഷൻസും ഉള്ളത് കൊണ്ടാണ് ഗാർമെന്റിനെ ഒരു 3D അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 2 ഡയമെൻഷണൽ ആകുമ്പോൾ എന്താണ്? ഒരു ഫ്ലാറ്റ് സ്കെച്ച് അല്ലെങ്കിൽ പാറ്റേണിനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 647, ഗാർമെന്റ് കട്ടിംഗ് ആൻഡ് മാനുഫാക്ചറിങ് അടിസ്ഥാനമാക്കുന്നത് എന്താണ്? ഗാർമെന്റ് കട്ടിങ്ങും മാനുഫാക്ചറിങ്ങും അടിസ്ഥാനമാക്കുന്നത് എന്താണ്? മെഷർമെന്റ്സ് ആണ്. ഗാർമെന്റ് പാറ്റേൺ ഡ്രാഫ്റ്റിംഗ്, കട്ടിങ്, കൺസ്ട്രക്ഷൻ എന്നിവയുടെ അടിസ്ഥാനമായിട്ടുള്ളത് എന്താണ്? ബോഡി മെഷർമെന്റ്സ് ആണ് അല്ലേ. ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർമെന്റ്സ് അടിസ്ഥാനമാക്കി ഫിറ്റ് അച്ചീവ് ചെയ്യുന്നതിനാണ് ഫിറ്റ് എന്ന് പറയുന്നത്. സ്റ്റൈൽ എന്താണ്? ഡിസൈൻ, അപ്പിയറൻസ് ആണ്. ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഫാബ്രിക് എമൗണ്ട് അല്ലെങ്കിൽ വോളിയം ആണ് ഫുൾനെസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 648, വസ്ത്രം സുഖകരമാക്കാൻ മൂവ്മെന്റിനായി ചേർക്കുന്നത് എന്താണ്? വസ്ത്രം സുഖകരമാക്കാൻ മൂവ്മെന്റിനായി ചേർക്കുന്നത് ഓപ്ഷൻസിൽ ഏതാണ്? ഈസ് അലവൻസ് ആണ്. ബോഡി മെഷർമെന്റിനേക്കാൾ ഗാർമെന്റ്സിന് അധികമായി നൽകുന്ന സ്പേസ് ആണ് ഈസ് അലവൻസ് എന്ന് പറയുന്നത്. ഇത് മൂവ്മെന്റിനും കംഫർട്ടും നൽകുകയാണ് ചെയ്യുന്നത്. സീം അലവൻസ് എന്താണ് ഓപ്ഷൻസിൽ? സ്റ്റിച്ചിങ്ങിനുള്ള എക്സ്ട്രാ ഫാബ്രിക് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ തയ്യലിന് വിടുന്ന തയ്യൽ തുമ്പ്. ഹെം അലവൻസ് എന്താണ്? ഹെം ഫിനിഷിങ്ങിനുള്ള എക്സ്ട്രാ ഫാബ്രിക് ആണ്. ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ ഗാർമെന്റ് ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺ, സിപ്പേഴ്സ് തുടങ്ങിയവയാണ് നമ്മൾ ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 649, റയോൺ നിർമ്മിക്കുന്നത് ഏത് വസ്തുവിൽ നിന്നാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റയോൺ നിർമ്മിക്കുന്നത് സെല്ലുലോസിൽ നിന്നാണ് അല്ലേ. റയോൺ ഒരു റീജനറേറ്റഡ് സെല്ലുലോസ് ഫൈബർ ആണ്. നമുക്കറിയാം സാധാരണ വുഡ് പൾപ്പ് പോലെയുള്ള സെല്ലുലോസ് സോഴ്സ് കെമിക്കൽ പ്രോസസ്സിംഗ് വഴിയാണ് റയോൺ ആക്കി മാറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 659, ഓപ്ഷൻസിൽ പ്രാധാന്യമില്ലാത്ത ഓപ്ഷൻസ് ആയതുകൊണ്ടാണ് അധികം
അതൊന്നും പറയാത്തത് കേട്ടോ. ഫിലമെന്റ് രൂപത്തിൽ ലഭിക്കുന്ന ഏക നാച്ചുറൽ ഫൈബർ ഏതാണ്? ഫിലമെന്റ് രൂപത്തിൽ നമുക്ക് പ്രകൃതിയിൽ നിന്നും തന്നെ ലഭിക്കുന്ന ഫൈബർ ഏതാണ്? സിൽക്ക്. സിൽക്ക് മാത്രമാണ് സാധാരണ ടെക്സ്റ്റൈൽ നാച്ചുറൽ ഫൈബേഴ്സിൽ കണ്ടിന്യൂസ് ഫിലമെന്റ് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത്. സിൽക്ക്വം കുക്കോണിൽ നിന്ന് ലോങ് കണ്ടിന്യൂസ് ഫിലമെന്റ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ള പോളിയസ്റ്റർ എന്താണ്? സിന്തറ്റിക് ഫൈബർ ആണ്. ഫിലമെന്റ് രൂപമാണെങ്കിലും സിന്തറ്റിക് ഫിലമെന്റ് ഫൈബർ ആണ്, നാച്ചുറൽ അല്ല. കോട്ടൺ നാച്ചുറൽ സ്റ്റേപ്പിൾ ഫൈബർ ആണ്. ലിനൻ എന്താണ്? ലിനനും സ്റ്റേപ്പിൾ ഫൈബർ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ 50 ക്വസ്റ്റ്യൻസ് ആണിത്. PDF ഇനിയും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, നമുക്കിനി എക്സാമിന് അധിക ദിവസമല്ല, PDF ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. PDF അയച്ചു തരുന്നതായിരിക്കും. 500 രൂപയാണ് PDF ചാർജ് എന്ന് പറയുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ അയച്ചു തരാം കേട്ടോ.